ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നോർമലി ഞാൻ എപ്പോഴും സ്കിൻ കെയർ, മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. മേക്കപ്പ് ട്യൂട്ടോറിയലിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ സ്കിൻ കെയർ ആണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ കാലങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലമായില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്താ പറയുക, കുറച്ച് നാളായി കേട്ടോ. അതിന് ശേഷമാണ് ഞാനിങ്ങനെ പടം വരച്ച് തുടങ്ങുന്നത്. ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹത്തിന് പുറത്ത് എന്നാൽ വരച്ചേക്കാം എന്നുള്ള രീതിക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഓർക്കും ഒന്ന് വരച്ച് തുടങ്ങിയാലോ എന്നൊക്കെ, റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. വീണ്ടും പിന്നെ വിചാരിക്കും, എന്താ പറയുക, കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ പടം വരയ്ക്കാനൊക്കെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് വരച്ച് പോകാൻ പറ്റും. പക്ഷേ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് തന്നെ അറിയാം, ഞാൻ വരച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ച് ഇന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയപ്പം എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഒന്ന് വരച്ചേക്കാമെന്ന് വിചാരിച്ച് വരയ്ക്കുന്നതാണ് കേട്ടോ. ഓവറായിട്ട് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ഡിസൈനൊന്നും അല്ല. എന്താ പറയുക, മെഹന്തി ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് ഷെയ്ഡൊക്കെ കൊടുത്ത് ചെയ്യാമെന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പടം വരയ്ക്കുന്ന കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസിഡൻറ്റ്, അതായത് എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം ഓർമ്മ വരും. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് പടം വരയ്ക്കാൻ തുടങ്ങുന്നത് തന്നെ ആ ഒരു കാരണം കൊണ്ടിട്ടാണ് കേട്ടോ. അതായത് ഞാൻ ജസ്റ്റ് ഒരു തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ബാങ്കിൽ, അതായത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ തന്നെ ഉള്ള ഒരു ബാങ്ക്, എനിക്ക് തോന്നുന്നു നമ്മുടെ SBI ബാങ്ക് എങ്ങാണ്ടുമാണ്, അവിടെ ഇതേപോലെ ചിൽഡ്രൻ കോമ്പറ്റീഷൻ, അതായത് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഒക്കെ വന്നിട്ട് ഓരോ സ്കൂളിൽ നിന്ന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂളിൽ നിന്ന് പിള്ളേർ ചെന്ന് വരയ്ക്കുക, അങ്ങനെ പ്രൈസും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതേപോലെ പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പേര് കൊടുത്തു. അപ്പോൾ പേര് കൊടുത്തപ്പം എൻ്റെ നിയറായിട്ടിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ പേര് കൊടുത്തിട്ട് വരുന്ന വഴിക്കാണ് പറയുന്നത് കേട്ടോ, അതിന് നിനക്ക് പടം വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ, പിന്നെന്തിനാണ് നീ പേര് കൊടുത്തത്, തോറ്റു പോകാൻ വേണ്ടിയിട്ടാണോ എന്ന് ഭയങ്കര ഒരു, ആ സമയത്തൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുമല്ലോ, ഒരു വിഷമം, ഒരു സങ്കടം. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പോയി പേര് വെട്ടാമെന്നുള്ള രീതിക്ക് ഞാൻ എഴുന്നേറ്റ് പോകാം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവൾ പറഞ്ഞത് വിചാരിച്ചിട്ട് നീ എന്തിനാണ് പേര് വെട്ടുന്നത്, ചിലപ്പോൾ നിനക്കാണോ പ്രൈസ് കിട്ടുന്നതെങ്കിലോ എന്നുള്ള രീതിക്ക് അവൾ എന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ എന്നാൽ ശരി, എന്താണെങ്കിലും പേര് കൊടുത്തില്ല, ഇനിയിപ്പം പടം വര കോമ്പറ്റീഷന് പോയി പങ്കെടുക്കാം എന്നുള്ള രീതിക്ക് ഞാൻ പോയി. അങ്ങനെ പോയിട്ട് പടം വരച്ച്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പടം വരയ്ക്കുന്നത് ഒരു തത്തയാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. 3 അവേഴ്സ് എങ്ങാണ്ടുമാണ് നമ്മുടെ ടൈം ലിമിറ്റ്, സ്ലോട്ട് ടൈം എന്നൊക്കെ വെച്ചാൽ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് ചുറ്റുമുള്ള പിള്ളേരൊക്കെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു തത്ത കൊണ്ട് മാത്രം നിർത്തണ്ട, ഇനിയിപ്പം കുറേ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ബാക്കി എന്താ പറയുക ആ ഒരു പേപ്പർ ഫില്ല് ചെയ്യാമെന്നുള്ള രീതിക്ക് പടം വരച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് തത്ത വരച്ചു. അപ്പോൾ ഇനി കുറേ ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഇനി എന്ത് വരയ്ക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ കുറേ പിള്ളേർ പല രീതിക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സീനറി എന്നുള്ളൊരു തോട്ട് വന്നു. എങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു സിഗ്നേച്ചർ എന്താ പറയുക പിക്ചർ എന്ന് പറയുന്ന ആ സംഭവമായിരുന്നു. എവിടെ കോമ്പറ്റീഷന് പോയാലും ഞാൻ വരയ്ക്കും, അതേപോലെ തന്നെ പ്രൈസ് കിട്ടും. അപ്പോൾ നമ്മൾ പടം വരയ്ക്കുന്ന കോമ്പറ്റീഷനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വരയ്ക്കുന്നത് ഏത് പിക്ചറാണെന്ന് വെച്ചാൽ, ആദ്യമേ ഒരു ചെറിയൊരു വീട് വരച്ചു, വീടിനൊരു മതിൽ വരച്ചു, അതിനുശേഷം വീടിനോട് ചേർന്ന് തന്നെ ആ വീടിൻ്റെ ഒരു ടോയ്ലറ്റ്, പിന്നെ മതിലിന് മുകളിൽ നിറയെ ചെടിച്ചട്ടികൾ, പൂക്കൾ, പിന്നെ മരങ്ങൾ, പിന്നെ കാക്ക ഇങ്ങനെ പറന്നു പോവുക, പിന്നെ ഒരു പുഴ സൈഡിലൂടെ ഒഴുകുന്നു, പിന്നെന്താ സൺറൈസ് എന്നുള്ള രീതിക്ക് നമ്മുടെ സൂര്യനെയൊക്കെ വരച്ചു. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പടം വരച്ചിട്ട് നമ്മളിങ്ങനെ എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. എനിക്ക് തേർഡ് പ്രൈസ് ആണെന്ന് തോന്നുന്നു. തേർഡ് പ്രൈസ്, ഭയങ്കര സന്തോഷം. സത്യത്തിൽ എൻ്റെ ആ ഒരു ഫ്രണ്ട് കാരണം, എന്നെ ഇൻസൾട്ട് ചെയ്ത ആ ഒരു കുട്ടി കാരണമാണ് കേട്ടോ ഞാൻ പടം വരച്ച് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പടം വരയെന്നുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ വരയ്ക്കുന്ന ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ പോലും എനിക്ക് ആ ഒരു കാര്യം മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ. അന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച് ആ കുട്ടി പറയുന്നത് കേട്ടിട്ട് പേര് വെട്ടിയിട്ട് വന്നാൽ എനിക്ക് പടം വരയ്ക്കാൻ പോകാനും പറ്റില്ലായിരുന്നു. എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ ആ ഒരു ടാലൻറ്റ് കണ്ടെത്താൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ YMCA പോലെയുള്ള ഇങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ പോവുക, ഓൾ കേരള ചിൽഡ്രൻ കോമ്പറ്റീഷനൊക്കെ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ്. അതിങ്ങനെ തുടർച്ചയായിട്ട് എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിൽ കോമ്പറ്റീഷൻ വെക്കുമ്പോഴൊക്കെ മിക്കപ്പോഴും ഫസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ സെക്കൻഡ് പ്രൈസ് ആയിരിക്കും കേട്ടോ, സെക്കൻഡ് പ്രൈസ് ആയിരിക്കും. അങ്ങനെ പ്രൈസസ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പെൻസിൽ ഡ്രോയിങ്ങും പിന്നെ നമ്മുടെ വാട്ടർ കളർ പെയിൻറ്റിങ്ങും പിന്നെ കാർട്ടൂൺ, ഇതൊക്കെയാണ് നമുക്ക് കോമ്പറ്റീഷനൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ വരയ്ക്കും, പ്രൈസ് കിട്ടും.
അപ്പോൾ എൻ്റെ ആ ഒരു ടാലൻറ്റ് എന്താ പറയുക കണ്ടെത്താൻ കാരണം എൻ്റെ ആ ഒരു ഫ്രണ്ടാണ്. അവളുടെ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ പേര് വെട്ടാണ്ട് പടം വരയ്ക്കാൻ പോയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു വന്നപ്പം നമ്മുടെ പിക്ചർ വരച്ച് തീർന്നല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വരച്ച് വരുന്ന പിക്ചർ. അപ്പോൾ കഥയൊക്കെ പറഞ്ഞു വന്നപ്പം നമ്മുടെ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ വരച്ച് വന്നത് ഓവറായിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡിസൈനൊന്നും അല്ലെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും വരച്ച് വന്നപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ തോന്നൽ പോലെ ഇങ്ങനെ എങ്ങനെയൊക്കെ വരച്ച് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ കുറേ നാൾ കൂടി ഒന്ന് കുറച്ച് ടൈം മാറ്റി വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പടം വരച്ച് തുടങ്ങി. അപ്പോൾ ചെറിയൊരു ചേഞ്ചസ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചെറിയൊരു സന്തോഷം, അതായത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. അതാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു ടൈമിൽ വരയ്ക്കാൻ എന്തോ ഇങ്ങനെ കുറേ നാൾ മാറ്റി വെച്ച സംഭവം വരയ്ക്കാനുള്ളൊരു മെയിൻ റീസൺ. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമ്മളെ എങ്ങനെയൊക്കെ ഹേർട്ട് ചെയ്താലും നമ്മൾ അതിൽ നിന്നൊന്നും എന്താ പറയുക വിഷമിച്ച് ഡെസ്പായിട്ടിരിക്കാൻ പാടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നെവർ മൈൻഡ് എന്നുള്ള രീതിക്ക് വിടുക. അപ്പം ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് എൻ്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ. അത് എനിക്ക് ശരിക്കും ഓർക്കുമ്പം ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഞാൻ പല കാര്യങ്ങളും ഈ ഒരു പോസിറ്റീവ് വേയിലേക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.